ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബോബിൻ കേസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു തയ്യൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിൽ ബോബിൻ കേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരും ലൈക്കും കമൻറ്റൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ഓരോരോ പാർട്സിൻ്റെ ഗുണങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നാണ് നമ്മൾ ഓരോന്നിനെ അടുത്തതായിട്ട് വിവരിക്കാൻ പോകുന്ന അടുത്ത വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് ആ ബോബിൻ കേസിനെ കുറിച്ച് പറയാം. ബോബിൻ കേസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ബോബിൻ കേസ് നമ്മൾ ബോബിൻ ഇട്ട് ബോബിൻ കേസോട് കൂടി മെഷീൻ്റെ അതായത് അടിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മുകളിൽ സൂചി നൂലിടുന്നു. നമുക്ക് ഒരു സ്റ്റിച്ച് മേലെയും താഴെയും സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ ഒരു പീസ് വെച്ച് ഒരു പവർ മെഷീനിലോ ഒരു അംബ്രല്ല മെഷീനിലോ സാധാ മെഷീനിലോ ഏത് മെഷീനിലായിക്കോട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മേലെയും താഴെയും വരും. അതിൽ മുകളിൽ മേലെ വരുന്ന സ്റ്റിച്ചിന് ഫിനിഷിങ് കുറവാണെങ്കിലാണ് നമ്മൾ ഈ ബോബിൻ കേസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അടിവശത്ത് കംപ്ലൈൻറ്റ് വരുമ്പോഴല്ല നമ്മൾ ബോബിൻ കേസ് അഡ്ജസ്റ്റ് ചെയ്യുക. ബോബിൻ കേസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ബോബിൻ കേസിൽ 2 സ്ക്രൂസ് കാണാൻ പറ്റും. രണ്ടും വളരെ ചെറുതാണ്. അതിൽ ഒരു സ്ക്രൂ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സ്ക്രൂ ഫിക്സിംഗ് സ്ക്രൂവും കുറച്ച് വലുതായിട്ട് കാണുന്ന സ്ക്രൂ അഡ്ജസ്റ്റബിൾ സ്ക്രൂ എന്നാണ് അതിന് നമ്മൾ പറയുക. അതിൽ നമ്മൾ ബോബിൻ ഇട്ട് അതിൻ്റെ ആ ഒരു ചെറിയ കട്ടിങ് വഴി നൂല് വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ രീതിയിലൊരു ടൈറ്റ് ഉണ്ടായിരിക്കണം. പൂർണ്ണമായിട്ട് ലൂസ് വരാനും പാടില്ല, ഒരുപാട് ടൈറ്റ് വരാനും പാടില്ല. പൂർണ്ണമായിട്ട് ലൂസായി കഴിഞ്ഞാൽ നമ്മളുടെ മേലെ വരുന്ന സ്റ്റിച്ച് ലൂസായിട്ട് കാണപ്പെടും. മേലെ സ്റ്റിച്ച് ലൂസ് വരികയാണെങ്കിൽ നമ്മൾ ബോബിൻ കേസാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും സൂചിയുടെ നൂലിട്ടിരിക്കുന്ന ടെൻഷൻ സെറ്റോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളോ അല്ല ചെയ്യേണ്ടത്. നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുണിയുടെ അടിവശത്തും മേൽവശത്തും സ്റ്റിച്ച് വരും. അതിൽ മേൽവശത്താണ് കംപ്ലൈൻ്റ് എങ്കിൽ നമ്മൾ സൂചിയുടെ നൂല് തൊടേണ്ട ആവശ്യമില്ല, ബോബിൻ കേസാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കംപ്ലൈൻറ്റ് മീൻസ് മേലെ വശത്ത് വരുന്ന സ്റ്റിച്ചിൽ നമുക്ക് ലൂസ് വരികയാണെങ്കിലാണ് നമ്മൾ ബോബിൻ കേസിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സ്റ്റിച്ച് വലിച്ചലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അതായത് ചുരുണ്ടു പോണ പോലെ ചുരുങ്ങി പോകുക അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ബോബിൻ കേസിലെ നൂലാണ് ലൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കണ്ടോ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, ആ സ്ക്രൂ ആണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ കാണുന്ന ആ ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എന്ന് എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നൊരു സ്ക്രൂ. ആ സ്ക്രൂ നിങ്ങൾ ഒരു കാരണവശാലും അഴിക്കുകയോ അല്ലെങ്കിൽ ലൂസാക്കാനോ പാടില്ല. ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്റ്റിച്ച് ഒരു 85% കൂടുതൽ റെഡിയാവും. പിന്നെ നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിവശത്താണ് സ്റ്റിച്ച് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ, ഒരു തുണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ തുണിയുടെ അടിഭാഗത്താണ് സ്റ്റിച്ച് ലൂസ് വരുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ സൂചിയിലേക്ക് ഇട്ടിരിക്കുന്ന നൂലിൻ്റെ ടെൻഷൻ സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ ഈ ബോബിൻ കേസ് ചില സമയത്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോബിൻ കേസിൽ നൂല് പൊട്ടിപ്പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബോബിൻ കേസ് കംപ്ലൈൻ്റ് ആയിരിക്കും. നിങ്ങൾ ആ ബോബിൻ കേസ് മാറ്റി പുതിയ ബോബിൻ കേസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ബോബിൻ കേസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വളരെ വില കുറഞ്ഞത് നോക്കി വാങ്ങിക്കാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണോ അതേ മെഷീൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബോബിൻ കേസസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ജാക്ക് ജുക്കിയുടെയൊക്കെ ബോബിൻ കേസ് ഒറിജിനൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ പരമാവധി അങ്ങനെയുള്ള നല്ല ബോബിൻ കേസ് വാങ്ങിക്കുക. ലോക്കൽ ബോബിൻ കേസ് ഭയങ്കര ഷൈനിങ് ആയിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കരുത്. ഒറിജിനൽ ബോബിൻ കേസ് എപ്പോഴും അത്ര ഷൈനിങ് ഉണ്ടാവില്ല, ഒരു നോർമൽ ഫീലായിരിക്കും. അതായത് അത്ര ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് തോന്നില്ല. അപ്പോൾ എല്ലാവരും ഒറിജിനൽ പാർട്സ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബോബിൻ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക്